അയ്യാ വണക്കം. അങ്ങനെ ഒരു ദിവസം രാവിലെ അമിത്ഷാ ഇങ്ങനെ കൂളായിട്ട് എഴുന്നേൽക്കുമായിരുന്നു. സോപ്പൊക്കെ തേച്ച് നല്ല കുളിയൊക്കെ കഴിഞ്ഞ് അമിത്ഷാ പതുക്കെ മന്ദം 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 തൻ്റെ ഓഫീസിലേക്ക് നടന്നു നീങ്ങി ഒന്ന് ഞെളിഞ്ഞിട്ട് ആ കസേരയിലോട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ കാണാം അമിത്ഷായുടെ പരിചാരകം വന്ന് പറയുന്നു, സാർ ഒരു കത്തുണ്ട്. അപ്പോൾ അമിത്ഷാ ചോദിച്ചു, കോനെ, അതായത് ആരുടെ കത്താ? അപ്പോൾ ഉടനെ ആരുടെ കത്താണെന്നറിയില്ല, അഭയ് എന്നാണ് ആ കത്തിൻ്റെ പേര്. അഭയോ? അതെന്താ കത്ത്, തരൂ എന്ന് ചോദിച്ചു. അഭയ് എന്ന് പറയുന്ന കത്ത് ഇങ്ങനെ അമിത്ഷാ തുറന്നപ്പോൾ നമ്മൾ ആ കൂലിയിലെ BGM ഇട്ട് വായിക്കണം. ടാൻ 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 ടട്ട ടാൻ ഇന്നുമാ എണ്ണ തെറിയലേ. അതായത് 13 മാസം കൊണ്ട് നിങ്ങൾ തട്ടിക്കളഞ്ഞത് ഞങ്ങളിലെ 500 പേരെയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും എൻ്റെ ഈ മോഡുലേഷൻ കേൾക്കുമ്പോൾ തോന്നുന്നു ഇതൊരു ഭീഷണി കത്താണെന്ന്. അല്ല, ഈ 500 പേരിൽ ഞങ്ങളുടെ ഉന്നത നേതാക്കൾ, കമാൻഡർമാർ, ഭാര്യ, മക്കൾ, അങ്ങനെ പല ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്താണ് പുറത്തു വന്നത്. അഭയ് എന്ന് കത്തിന് പേരിട്ടിരിക്കുന്നെങ്കിലും നമുക്ക് അഭയം തരണം എന്നാണ് ആ കത്തിലെ യഥാർത്ഥ ഉള്ളടക്കം എന്ന് പറയുന്നത്. നമ്മുടെ ജഗതിയും കൽപ്പനയും കൂടെ വരൂലേ, വൈഷ്ണവജനതോ സഹിയേ, അതുപോലെയാണ് ഈ അഭയ് എന്ന് പറയുന്ന കത്ത്. സംഭവം CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിലെ പ്രവർത്തനം നിർത്താൻ പോകുന്നു. ഞങ്ങൾ കീഴടങ്ങി, ഞങ്ങൾ സുല്ലിട്ടു. 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല, അവരുടെ ആക്രമണങ്ങൾ തുടർന്നു. അപ്പോൾ നരേന്ദ്രമോദി എന്ത് ചെയ്തു? 2019 വീണ്ടും വന്നു. എന്നിട്ട് അമിത്ഷായെ തൂക്കി BJP ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആഭ്യന്തര സ്ഥാനത്തിലോട്ട് ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ ഒന്നും അറിയാൻ വയ്യ, പട എന്നാണ് ഓരോരുത്തന്മാരെ ആടിച്ച് കെട്ടി തൂക്കി ചാക്കിലാക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. അതിനു മുമ്പ് അമിത്ഷാ എന്ന് പറയുന്നത് ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹം അതിനു മുമ്പ് ഈ മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങാനുള്ള, നിങ്ങൾ കീഴടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തരാം. നമ്മുടെ ശിവാജി സിനിമ ഉണ്ടല്ലോ, നമ്മുടെ രജനീകാന്തിൻ്റെ, അതുപോലെ രജനീകാന്ത് ഓരോ പ്രവിശ്യയിലും പോയി പറയുന്നത്, ഓരോ തുറകളിലും പോയി പറയുന്നത്, ഉങ്ക പിള്ളേങ്ങൾക്ക് നല്ല വേല തര, വീട് കെട്ടിത്തര എന്നൊക്കെ പറയുന്നത് പോലെയാണ് നമ്മുടെ അമിത്ഷാ. നിങ്ങൾക്ക് നല്ല ജോലി തരാം, വീട് കെട്ടിത്തരാം, ഭക്ഷണം തരാം, നല്ല ഹോസ്പിറ്റൽ തരാം, ജീവിതം നല്ല സദ്ഗതിയിലാക്കാനുള്ള പല മാർഗ്ഗങ്ങളും തരാം, കീഴടങ്ങൂ എന്ന് പറയുന്നു. അപ്പോൾ അമിത്ഷാ ഞങ്ങൾ കീഴടങ്ങില്ല, അമിത്ഷാ വെറും ഡാഷാണ് എന്ന് പറഞ്ഞു പോയവന്മാരാണ് ഇപ്പോൾ അഭയ് എന്ന് പറയുന്ന ഒരു കത്തുമായിട്ട് വന്നിരിക്കുകയാണ്. 13 മാസത്തിനിടെ 500 നക്സലുകളെയാണ് തട്ടിക്കളഞ്ഞത്. ഇത് 13 മാസത്തെ കണക്ക് മാത്രമാണ്. ഇതിനു മുമ്പ് തട്ടിക്കളഞ്ഞന്മാരുടെ കണക്കെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ എക്കും പൊക്കും ഇല്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ നക്സലുകളുടെ കത്തിപ്പോൾ അമിത്ഷായ്ക്ക് വന്നിരിക്കുകയാണ്. പോരാത്തതിന് രാജ്യത്തുടനീളമുള്ള സുരക്ഷാ സേനകളുടെ നിരന്തരവും തീവ്രവുമായിട്ടുള്ള നടപടിക്കിടെ ഞങ്ങളുടെ ആയുധം സുല്ലിട്ട് ദാണ്ടെ താഴെ വയ്ക്കുകയാണ് എന്നാണ് കൃത്യമായിട്ട് മാവോയിസ്റ്റ് സംഘടനാ നേതാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇനി ഞങ്ങൾ മാന്യം മര്യാദയ്ക്ക് ജീവിച്ചോളാം, എവിടെയെങ്കിലും നല്ലപോലെ കൂലിപ്പണിയോ വല്ലതും എടുത്ത് നമ്മൾ മാന്യം മര്യാദയ്ക്ക് ജീവിച്ചോളാം. അപ്പോൾ അമിത്ഷാ പറയുന്നത് കൂലിപ്പണിയൊന്നും എടുക്കണ്ട, നിനക്ക് നല്ല ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ തരാം, തന്നിട്ട് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യണ്ട, ഇവിടെയൊക്കെ തന്നെ അങ്ങ് കൂടിയോ, നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ജീവിച്ച് പോവാം എന്നാണ് അമിത്ഷാ പറയുന്നത്. പോരാത്തതിന് ഈ 13 ഉന്നത നേതാക്കളെ തട്ടിയത് ഞങ്ങളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവന്മാർ പറയുന്നുണ്ട്. പോരാത്തതിന് സമാധാനപരമായിട്ടുള്ള ആയുധം താഴെ വയ്ക്കലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇല്ലെങ്കിൽ അടികൊണ്ട് ചോര തുപ്പുമെന്നറിയാം. അതുകൊണ്ട് സമാധാനപരമായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നക്സലിൻ്റെ ഉന്മൂലനം ചെയ്യുക, ഈ നക്സലുകളെ സമ്പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. 2026 നക്സലുകളെ സമ്പൂർണ്ണമായിട്ട് നമ്മൾ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പല സംസ്ഥാനങ്ങളും ഇന്ന് നക്സൽ ഉന്മൂലന സംസ്ഥാനങ്ങളാണ്. അത് നക്സലുകളില്ല, അവിടെ മഷിയിട്ട് നോക്കിയ ഒരു നക്സലിനെ കിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല നക്സലുകളും ഇപ്പം ഉന്തുവണ്ടി തള്ളി സുഖമായിട്ട് കുടുംബമൊക്കെ നോക്കി ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഇപ്പം നക്സൽ പോരാട്ടത്തിനൊന്നും ഇറങ്ങാൻ വയ്യ, ഇഴിച്ചുറക്കി കളയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും മാവോയിസ്റ്റ് ഗ്രൂപ്പിൻ്റെ നേതാക്കളെല്ലാം തട്ടിത്തോളി കയറ്റി നേരെ കുഴിക്കകത്തിറക്കി. പിന്നെ 2025 ഓഗസ്റ്റ് 15 അഭയ് എന്ന പേരിൽ മാവോയിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുകയാണ്. ഈ കത്ത് ലഭിച്ചത് മാത്രമല്ല, ഞങ്ങൾ അഭയ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജുണ്ട്, നമുക്ക് വാട്സപ്പ് പേജുണ്ട്, അങ്ങനെ പല പേജുകളുണ്ട്. ആ പേജിലെല്ലാം ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഐഡൻറ്റിറ്റിയൊക്കെ വെളിപ്പെടുത്തിയിട്ടാണ് ഇവർ പുറത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അപ്പോൾ എന്ത് കണ്ടാലും അവർ 2 ആംഗിളിൽ ചിന്തിക്കും. ഒന്ന്, സുരക്ഷാ ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നത് ഇതൊരു നല്ല മൂവാണ് എന്നാണ്. രണ്ടാമത് അവർ ചിന്തിക്കുന്നത് ഇത് സംശയാസ്പദമായിട്ടുള്ളൊരു നീക്കമാണ്. അതായത് ഇവന്മാർ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആക്രമിക്കാനുള്ള പരിപാടിയാണെങ്കിലോ
അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനെ വീക്ഷിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ ഫേസ്ബുക്ക് അക്കൗണ്ടും വാട്സപ്പ് അക്കൗണ്ടും ഒന്നും നോക്കണ്ട, നമുക്ക് വരെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ മാവോയിസ്റ്റുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പല പല സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇവർക്ക് നല്ല കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇവർക്ക് നല്ല ശൃംഖലയുണ്ട്. ആ ശൃംഖലയെ അമിത്ഷാ തകർത്തത് ഈ ഏറ്റവും വലിയൊരു മാവോയിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത് ഈ ബീജാപ്പൂർ എന്ന് പറയുന്ന പ്രദേശമാണ്. ഛത്തീസ്ഗഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബീജാപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അമിത്ഷാ അതിൻ്റെ നടുക്ക് ചെന്നിറങ്ങി, അതായത് മാവോയിസ്റ്റുകളുടെ നെഞ്ചത്ത് ചെന്നിറങ്ങി. എന്നിട്ട് അവിടെ പട്ടാളക്കാരെ മുഴുവൻ വിളിച്ചു ചേർത്ത് അവിടെ നിന്ന് പട്ടാളക്കാരുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും പറഞ്ഞ് പ്രസംഗിച്ച ശേഷം ഒരു പ്രഖ്യാപനം നടത്തി. അതായത് പട്ടാളക്കാർക്ക് അത്യാധുനിക രീതിയിലുള്ള മെഷീൻ ഗണ്ണുകൾ, തോക്കുകൾ, എന്തിനു പറയുന്നു, നല്ല ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകൾ, പിന്നെ ഈ മാവോയിസ്റ്റുകാരന്മാർ ബോംബ് എറിഞ്ഞാണ് കൊലപ്പെടുത്തുന്നത്. എന്തോ ഒരു ടൈപ്പ് ബോംബ് അവരുടെ കയ്യിലുണ്ട്, IED ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇവർ പ്രധാനമായിട്ടും കൊലപാതകത്തിന് ഉപയോഗിക്കുന്നത്, അതായത് എതിരാളികളെ തകർക്കാൻ. അങ്ങനെ അവർ എറിഞ്ഞാലും നിങ്ങൾക്കൊരു ട്രക്ക് തരാം. ആ ട്രക്കിനകത്ത്, ഇതൊക്കെ നമ്മൾ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ, ആ ട്രക്കിനകത്ത് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബോംബ് ആ ട്രക്കിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ട്രക്കാണ്. പോരാത്തതിന് ഈ ട്രക്ക് മലകളിലും പുഴകളിലും എല്ലാം ഇറങ്ങാൻ പര്യാപ്തവുമാണ്. അതായത് ഓട്ടിച്ചിട്ട് പിടിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. പോരാത്തതിന് ഈ മാവോയിസ്റ്റ് മേഖലകളിൽ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഈ പട്ടാളത്തിൻ്റെ പോസ്റ്റുകൾ സ്ഥാപിച്ചു. ഇവിടെ നിങ്ങൾ നിലയുറപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പല ഗ്രാമങ്ങളും സ്വതന്ത്രമായി, മാവോയിസ്റ്റുകളിൽ നിന്ന് സ്വതന്ത്രമായി. ഈയിടയ്ക്കൊരു റിപ്പോർട്ടൊക്കെ വന്നിരുന്നു, ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവുകയാണ്. ആ വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും അവർക്ക് നിഷേധിച്ച് വെച്ചിരിക്കുകയാണ് ഈ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത്. ചില്ലറ പുള്ളികളല്ലേ അവന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിഷേധിച്ച് വെച്ചിരിക്കുന്ന ഒരു ടീം അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ അവർക്ക് വലിയ അത്ഭുതമാണ്. ഇവിടെ ജനാധിപത്യം ഉണ്ടല്ലോ, ഇവിടെ പല പല കാര്യങ്ങളുണ്ടല്ലോ എന്നുള്ള അത്ഭുതത്തിലാണ് അവരിങ്ങനെ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഈ മാവോയിസ്റ്റുകളെല്ലാം തന്നെ വന്ന് കീഴടങ്ങാനായിട്ട് പോവുകയാണ്. 2026 ഇന്ത്യ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി മാവോയിസ്റ്റ് വിരുദ്ധ രാജ്യമാക്കും എന്നാണ് കൃത്യമായിട്ട് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, തെലങ്കാന, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംയുക്ത ഓപ്പറേഷനുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അത് മാവോയിസ്റ്റുകളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അമിത്ഷായാണ് അപ്പുറത്ത് നിൽക്കുന്നത്. 2025 ജനുവരി മുതൽ മാവോയിസ്റ്റുകൾ, അതായത് ഛത്തീസ്ഗഡിൽ 463 മാവോയിസ്റ്റുകളെയാണ് തട്ടിക്കളഞ്ഞത്. പ്രത്യേകിച്ച് ഈ ബീജാപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ മാവോയിസ്റ്റുകളുടെ വലിയ വലിയ സെറ്റപ്പുള്ളൊരു മേഖല ആയതുകൊണ്ടാണ് അവിടെ ഈ തട്ടിക്കൊണ്ടുപോകലൊക്കെ വ്യാപകമാണ്. അതുകൊണ്ടാണ് ഈ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകൾ 2 കുട്ടികളെ കൊണ്ട് പോയപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇറങ്ങി ചോദിച്ചത്, ഈ പിള്ളേരെയും കൊണ്ട് എവിടെ പോവേണം, ഇവരുടെ എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. അവിടുത്തെ കംപ്ലീറ്റ് ടെറൈനേ വേറെയാണ്, ടെറൈൻ സമ്പൂർണ്ണമായിട്ട് വേറെയാണ്. അവിടെ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ, അവിടെ ആരെങ്കിലും നിൽക്കുന്നത് കണ്ടാലോ, ആരെങ്കിലും പുറത്തേക്ക് പോകുന്നത് കണ്ടാലോ, സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ, അവിടെ ജനങ്ങൾ പോയി അന്വേഷിക്കും എന്താണ് ഇവിടെ നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ അന്വേഷിക്കും. നമ്മളിവിടെ അങ്ങനെയല്ല. നമ്മളിവിടെ ആരെങ്കിലും എവിടെയെങ്കിലും കാറ് നിർത്തി ഇട്ടിരുന്നാലേ, ഡേ നീ കാറിൻ്റെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്, ഇതെൻ്റെ പെരയുടെ മുമ്പല്ലേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, നീ പോടാ, ഇത് പെരേ, ഇത് ഭരണഘടന, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ടെറൈൻ വേറെയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് കേട്ടോ, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അതായത് അവിടുത്തെ ടെറൈനും ഇവിടുത്തെ ടെറൈനും വേറെയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. അപ്പോൾ അമിത്ഷായോട് കളിക്കരുത്. അല്ല, ഞാൻ വെറുതെ പറയുന്നില്ല, അമിത്ഷായോട് കളിക്കരുത്. ഇന്ന് അമിത്ഷാ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 1974 അതിനുശേഷം, അതായത് 2025 1974 വരെ 51 വർഷം, അത്രയും വർഷം ദൈർഘ്യമുള്ള കലാപങ്ങൾ, കൊലപാതകങ്ങൾ, സ്റ്റാമ്പീഡുകൾ, മതവർഗീയവാദങ്ങൾ, ആ വർഗീയവാദത്തെ ചൊല്ലിയുണ്ടായ സംഘർഷങ്ങൾ, ഇതെല്ലാത്തിൻ്റെ ലിസ്റ്റ് കിട്ടണം. പിന്നെ ലിസ്റ്റ് കിട്ടിയാൽ മാത്രം പോരാ, ഇതിന് ഫണ്ട് ചെയ്തത് ആരാണ്, ഇതിൻ്റെ പ്രതികൾ ആരാണ്, പ്രതികളിപ്പോൾ എന്ത് ചെയ്യുന്നു, പ്രതികൾക്ക് ശിക്ഷ കിട്ടിയോ, എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ വരണം. പിന്നെ ഇതും പടിഞ്ഞാറുമായിട്ടുള്ള ബന്ധം, അതായത് അങ്ങ് വെസ്റ്റുമായിട്ടുള്ള ബന്ധം, അവിടെ നിന്ന് ഫണ്ടിങ് വരുന്നുണ്ടോ, എല്ലാം വരണം. അങ്ങനെ ED ഏൽപ്പിച്ചിട്ടുണ്ട്, സാമ്പത്തിക വിഭാഗത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. നൈസായിട്ടൊരു ഓപ്പറേഷൻ അടിയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ട് പോലുമില്ല ഈ സാധനം. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, മതവിഭാഗങ്ങളെ പോലീസുമായിട്ട് ബന്ധിപ്പിക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി മതവിഭാഗങ്ങൾ എവിടെ എന്ത് ചെയ്താലും പോലീസ് കൃത്യമായിട്ട് അറിയും, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും ഇവന്മാർ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത്. അത് ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ആരായിരുന്നാലും സംഭവം ക്ലീൻ ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിലൊരു കോളിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇവന്മാർ ഇപ്പോഴും ആ രാഹുൽ മാങ്കോഴിയുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത്. അതേ ഇനി ശ്രദ്ധിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയാനായിട്ട് യാതൊരു ഇത് നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ് കൂടെ അതിൻ്റെ പുറകെ വരുന്നുണ്ട്. എന്തായിരുന്നാലും മീഡിയ ഫണ്ട് ഒന്ന് പിടിച്ചിരുന്നു. അപ്പോൾ ശരി.